റമദാൻ ഫുഡ് സ്ട്രീറ്റ് തേടി പോകുന്നവർക്ക് നല്ല അടിപൊളി സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മളെ മാവിലാക്കടപ്പുറം ടീ പാർക്കിൽ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ്. ഇപ്പം വൈകുന്നേരം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ഇച്ചാ അടിപൊളി ഇച്ച പറയുന്ന കേട്ടോ അടിപൊളിയെന്ന്. നാളെ നോമ്പ് തുടങ്ങലേ അടിച്ച് ഉഷാറാക്കൂലേ? എനിക്ക് തോന്നുന്നു തറാവിയെല്ലാം ഇടുന്ന നിസ്കരിക്കുന്നു അല്ലേ? രാത്രി 3 മണി വരെ അതിൽ കൂടുതൽ സമയമെല്ലാം നോർമലി 3 മണി വരെ ഉണ്ടായില്ല പറഞ്ഞു. ഇനിയിപ്പോൾ നോമ്പായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത്തായെല്ലാം ഇടുന്നതിനെ വയ്ക്കുന്നതെന്ന്. പിന്നെ ഫാമിലീസായിട്ടും പിള്ളേർക്കെല്ലാം ഇരിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കടലിൻ്റെ തീരത്ത് തന്നെ ഇരിക്കാട്ടോ. നല്ല അടിപൊളി വൈബാന്ന് ഞാൻ പറഞ്ഞുതരാം എന്തായാലും. വാ, ഇപ്രാവശ്യം റമദാൻ തുടങ്ങുന്നതിന് മുമ്പേ മാവിലാക്കടപ്പുറം റമദാൻ സ്ട്രീറ്റിന്റെ എല്ലാ സംഭവങ്ങളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ബീച്ച് പാർക്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ വൻ വൈബാണ്. അതിന്റെ കൂടെ ഇപ്രാവശ്യത്തെ റമദാൻ സ്ട്രീറ്റ് ഫുഡും റെഡിയാക്കിയിട്ടുണ്ട്. റമദാനിന് മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഐറ്റംസ് എല്ലാം ഇതിൽ കയറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ ഒരു വൈബ് പുലർച്ചെ 3 മണി വരെ നീളു കേട്ടോ. ഒരൊറ്റ ഫുഡ് കൗണ്ടറാന്ന് വിചാരിക്കേണ്ട, എല്ലാത്തരം ഫുഡ് കൗണ്ടറും ഇവിടെ ഉണ്ട്. അതിൽ തന്നെ ചാറ്റ്സ് ഐറ്റംസും അതുപോലെ മോമോസും ചോക്ലേറ്റ്സും അങ്ങനെ വേണ്ട ഒരുപാട് വെറൈറ്റി ഐറ്റംസും കൗണ്ടേഴ്സും അവൈലബിൾ ആണ്. കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയ ഈ ഒരു സ്പോട്ടിൽ ഇപ്പൊ ഡെയിലി ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് വന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്ക് സൗകര്യം പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മളെ മാവിലാക്കടപ്പുറമാണ് കേട്ടോ. നീലേശ്വരത്ത് നിന്ന് നമ്മൾ കോട്ടപ്പുറം വഴി റോഡ് കയറാം, അതുപോലെ പടന്നയിലേക്ക് കയറാം, ചെറുത്തൂരിലേക്ക് കയറാം, തൃക്കരിപ്പൂരിലേക്ക് കയറാം. എങ്ങനെ വന്നാലും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് മാവിലാക്കടപ്പുറം.